നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്കിപ്പോൾ നമ്മൾ ജയിലിൽ പോവുകയാണെങ്കിലും നമുക്ക് തിരിച്ചു വരാമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് പോവാം. നമുക്ക് വിദേശത്ത് പോവുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു വരാമെന്ന പ്രതീക്ഷയോടുകൂടി പോകാം. പക്ഷെ മരണം എന്ന് പറയുന്നത് ഒരിക്കലും തിരിച്ചു വരാനാകാത്തൊരു പോക്കാണ്. തൊട്ടടുത്ത നിമിഷം നമുക്ക് നമ്മുടെ വീട് കാണാൻ കഴിയില്ല, നമ്മുടെ മക്കളെ കാണാൻ കഴിയില്ല, നമ്മുടെ ജീവിത പങ്കാളിയെ കാണാൻ കഴിയില്ല, നമ്മുടെ ബന്ധുക്കളെ കാണാൻ കഴിയില്ല, നമുക്കുള്ള ഒന്നും കാണാൻ കഴിയില്ല, നമ്മുടെ പ്രകൃതിയെ പോലും നമുക്ക് കാണാൻ കഴിയില്ല. ആരും എനിക്ക് തോന്നുന്നില്ല മരണം എന്ന് പറയുന്നത് സന്തോഷത്തോടു കൂടി എടുക്കുമെന്ന്. അപ്പോൾ ജീവിതത്തിൽ നിന്ന് ആരെയും കാണാനാകാത്ത, ഒരിക്കലും കാണാനാകാത്ത, ഒരിക്കലും ഒരു മടങ്ങിവരവ് സാധ്യമല്ലാത്തൊരു ലോകത്തിലേക്ക് പോകാനിരിക്കുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് കരുതലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ അച്ഛനമ്മ ഇന്ന് നാളെ മരിച്ചു പോകുന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു വാർദ്ധക്യാവസ്ഥ എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന ഒരു കാലമാണ്. നമുക്കൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും, പക്ഷെ അവരെ സംബന്ധിച്ച് പ്രതീക്ഷകൾ കുറഞ്ഞു വരുന്ന ഒരു കാലമാണ്. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇവർക്ക് പരിഗണന കൊടുക്കുക, കരുതൽ കൊടുക്കുക. അവർക്ക് എന്താണോ ആഗ്രഹം, അവരൊരു പക്ഷേ നമ്മളോട് പറയില്ലായിരിക്കാം, പക്ഷേ ആഗ്രഹം നമ്മൾ കഴിവതും സാധിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. മരണപ്പെട്ടു പോയിട്ട് എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ സഹോദരൻ ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരർത്ഥവുമില്ല. അതെ, ജീവിച്ചിരിക്കുമ്പോഴാണ് അച്ഛനമ്മമാരെ നോക്കേണ്ടത്. മരിച്ചു കഴിഞ്ഞ് നിങ്ങൾ എല്ലാ വാർഷികത്തിനും അവർക്ക് വേണ്ടി പോയി ബലിയിടുക. അത് നമ്മളെ ബലപ്പെടുത്താനാണ്. ആ ബലികർമാദികൾ നടത്തുക, അവരെ പറ്റിയുള്ള ഓർമ്മകൾ പുലരുക. നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ ചെയ്യാറുണ്ട്, എല്ലാ വിശേഷ ദിവസങ്ങളിലും വിഷുവും ഓണവും ഒക്കെ വരുമ്പോൾ നമ്മൾ സദ്യ ഒരുക്കി ഒരു ഇലയിൽ ഈ കൂട്ടാനെല്ലാം വിളമ്പി, ഈ ചോറ് വിളമ്പി നമ്മൾ പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കും. വെക്കുന്നത് എന്തിനാണ്? നമ്മുടെ പിതൃക്കൾക്കാണെന്ന് പറഞ്ഞിട്ടാണ്. അതിൽ നിന്ന് ഒരു മണി അരി പോലും നമ്മുടെ ഒരു പിതൃവും വന്ന് കഴിക്കില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, മക്കളെ, എനിക്കൊരു നല്ല ആഹാരം കിട്ടിയാൽ പോലും ഞാനത് എൻ്റെ മരണപ്പെട്ടു പോയ എൻ്റെ പിതൃക്കൾക്ക് കൊടുത്തിട്ട് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. നിങ്ങളും ജീവിച്ചിരിക്കുമ്പോൾ മുതിർന്നവരെയും പ്രായമുള്ളവരെയും മാതാപിതാക്കളെയും ബഹുമാനിക്കണം. അവർക്ക് നല്ലത് കൊടുത്തിട്ടേ നിങ്ങളും ജീവിതത്തിൽ നല്ലത് ഭക്ഷിക്കാവൂ എന്ന് പറഞ്ഞു കൊടുക്കുന്ന എത്ര മഹത്തരമായ ഒരു കോൺസെപ്റ്റാണത്. അപ്പം നിങ്ങൾ ഇന്നു മുതൽ അച്ഛനമ്മമാരെ സ്നേഹിക്കുക, അവരെ ജീവിച്ചിരിക്കുമ്പോൾ ബഹുമാനിക്കുക, അവരെ കരുതുക, അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക.